ഗ്രാൻഡ് ഇലക്ഷൻ ഡിബേറ്റ് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് വ്യത്യസ്തമായ ഒരു പോളിംഗ് ബൂത്തിന്റെ വിശേഷങ്ങളാണ്. ബൂത്തിലേക്കുള്ള പാതയിൽ പരവതാനി, വിശ്രമിക്കാൻ പ്രത്യേക കാത്തിരിപ്പ് കേന്ദ്രം, ഹെൽപ്പ് ഡെസ്ക്, ബൂത്തിനകത്ത് കൂളറുകളും ലഘുഭക്ഷണശാലയും. എവിടെയാണ് ഈ രാജകീയ ബൂത്ത് എന്നല്ലേ? കൊല്ലം മണ്ഡലത്തിലെ തങ്കശ്ശേരി ഇൻഫന്റ് ജീസസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ 86-ാം നമ്പർ ബൂത്താണ് വോട്ടർമാരെ അത്ഭുതപ്പെടുത്തിയത്. ആ ബൂത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് സൂര്യഗായത്രി അവിടെ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണും. ജില്ലകളിലെ ബൂത്തുകളിൽ ഒന്ന് അത് രാജ്യാന്തര നിലവാരമുള്ള ബൂത്താണ്. കൊല്ലം ജില്ലയിലെ അത്തരത്തിൽ രാജ്യാന്തര നിലവാരത്തിലുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ള ബൂത്തിലാണ് ഞാൻ നിൽക്കുന്നത്. തങ്കശ്ശേരി ഇൻഫന്റ് ജീസസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കൊല്ലത്ത് അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. വിപുലമായിട്ടുള്ള സംവിധാനങ്ങൾ വോട്ടർമാർക്ക് വേണ്ടിയിട്ട് ഈ സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൈക്കുഞ്ഞിനെ കിടത്തി വോട്ട് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അതല്ല തൊട്ടപ്പുറത്താണെങ്കിൽ ഫീഡിംഗ് റൂം സജ്ജീകരണം ഇപ്പുറത്ത് ഒരുക്കിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഈ ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത, ഈ പരവതാനിയിൽ നിന്നാണ് ഈ സംവിധാനങ്ങളിൽ തുടക്കം എന്നുള്ളതാണ്. അതായത് ബൂത്തിലേക്ക് പോകാൻ ഇതുപോലെ പരവതാനികൾ വിരിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഓരോ റൂമിലേക്കും ഇങ്ങനെ ഈ പരവതാനി വഴി നടന്നാണ് പോകുന്നത്. ഇത് വിസിറ്റേഴ്സ് റൂമാണ്. അതായത് ഈ വോട്ട് ചെയ്യാൻ എത്തുന്നവർക്ക് ഒപ്പം വരുന്നവർ അല്ലെങ്കിൽ വോട്ട് ചെയ്ത് കഴിഞ്ഞ് ഒപ്പം വന്ന ആളെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു റൂം ഇങ്ങനെ സജ്ജീകരിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ഇവിടെ ഫസ്റ്റ് എയ്ഡ് റൂം ക്രമീകരിച്ചിട്ടുണ്ട്. വോട്ട് ചെയ്യാൻ എത്തുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ ബുദ്ധിമുട്ടുകൾ നേരിടുകയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിയാണ് ഫസ്റ്റ് എയ്ഡ് റൂം ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ആംബുലൻസ് ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങളാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പ്രിൻസിപ്പൽ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഇതിപ്പോൾ ഇത്തരത്തിലുള്ള വലിയ സംവിധാനങ്ങൾ ഒരുക്കി വോട്ടേഴ്സിനെ ഇങ്ങനെ സ്വാഗതം ചെയ്യുകയാണ്. അവരിൽ നിന്നൊക്കെ എന്ത് പ്രതികരണമാണ് ലഭിക്കുന്നത്? നല്ല പ്രതികരണമാണ്. എല്ലാവർക്കും വളരെ സന്തോഷമായിരുന്നു. വന്ന എല്ലാവർക്കും ഇവിടുത്തെ സൗകര്യങ്ങൾ കണ്ടിട്ട് വളരെ സന്തോഷത്തോടെയാണ് വോട്ട് ചെയ്യാൻ വന്ന് മടങ്ങിപ്പോയത്. ഇപ്പോൾ എത്ര വോട്ടർമാരുണ്ട് ഇവിടെ? ഇവിടെ ഏകദേശം 900 വോട്ടർമാരുണ്ട്. അതിൽ 650ഓളം പേര് വന്നു കഴിഞ്ഞു. ആദ്യമായിട്ടാണോ ഇത്തരത്തിൽ സംവിധാനങ്ങൾ ഒരുക്കുന്നത്? ആദ്യമായിട്ടാണ്. കൊല്ലം കളക്ടർ മിസ്റ്റർ ദേവിദാസ് വിളിച്ച് പറഞ്ഞു, ഇൻ്റർനാഷണൽ ബൂത്ത് എന്നും പറഞ്ഞൊരാശയം പറഞ്ഞു. ഞാൻ അഭിയുന്ന പിതാവ്, ഞങ്ങളുടെ ഒരു മാനേജർ റൈറ്റ് ഡോക്ടർ പോൾ ആൻഡി മുല്ലശ്ശേരിയാണ്. അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞ് ആവശ്യപ്പെടുന്ന എല്ലാ സൗകര്യങ്ങളും ക്രമീകരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെ അങ്ങോട്ട് ആലോചിച്ചെടുത്താണ് എന്തൊക്കെയാണ് സൗകര്യങ്ങൾ വേണ്ടതെന്നുള്ളത്. അങ്ങനെ നമ്മളിങ്ങനെ മദേഴ്സ് റൂം, വിസിറ്റേഴ്സ് റൂം, പിന്നെ ഫീഡിംഗ് റൂം, കുട്ടികൾക്കുള്ള പ്ലേ സോൺ തുടങ്ങിയുള്ള ഫസ്റ്റ് എയ്ഡ്, ആംബുലൻസ്, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ആലോചിച്ചെടുത്താണ്. ഇപ്പോൾ പലരും വന്ന് കാണുകയും ഇതിനെക്കുറിച്ച് അഭിനന്ദിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. ചെയ്തത് നന്നായെന്ന് തോന്നലാണ്. ഏതായാലും രാജ്യാന്തര നിലവാരത്തിലുള്ള ഈ ബൂത്തിൽ വന്ന് മടങ്ങിയ വോട്ടർമാരൊക്കെ സന്തുഷ്ടരാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. സാധാരണഗതിയിൽ നമ്മൾ ബൂത്തിൽ വോട്ടൊക്കെ ചെയ്യാൻ പോകാറുള്ളതാണ്. പക്ഷെ അവിടെ ഒന്നുമില്ലാത്ത വിപുലമായിട്ടുള്ള സജ്ജീകരണങ്ങളാണ് രാജ്യാന്തര ബൂത്തുകളിൽ ഒരുക്കിയിട്ടുള്ളത്. അത് ജില്ലാ കളക്ടർമാരുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അത്തരത്തിലുള്ള ബൂത്തുകൾ സജ്ജീകരിച്ചിരിക്കുന്നത്. ക്യാമറമാൻ രാജ് കിരണിനൊപ്പം സൂര്യഗായത്രി, 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.